ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. കോ വരുന്നുണ്ട്. മാം, ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ. വിംബിൾ അക്കാഡമി റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായി നടത്തി വരുന്ന പാരന്റിംഗ് വെബിനാർ സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആണ് ഇത്തരത്തിലുള്ള വെബിനാറുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികളുമായും പാരന്റിങ്ങുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ട് നിരവധി ടോപ്പിക്കുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ക്ലാസ് പാരൻസിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വിംബിൾ പാരൻസ് എന്നുള്ള ഗ്രൂപ്പും എല്ലാവരിലേക്കും എല്ലാ പാരൻസിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വരുന്നത് ബിഹേവിയറൽ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ എന്നുള്ളതാണ്. സെഷൻ ലീഡ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ കൗൺസിലറും ട്രെയിനറും അതുപോലെ ഹിപ്നോതെറാപ്പിസ്റ്റും ആയിട്ടുള്ള ബുഷ്ര ബീഗം മാമാണ്. മാമിനെ ഈ ഒരു സെഷൻ എടുക്കുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓഡിബിൾ അല്ലേ സൗണ്ട്? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതിൽ സെഷനിൽ ജോയിൻ ചെയ്ത് ഇനിയും കുറെ പേര് ജോയിൻ ചെയ്യാനുണ്ടാവും. അവർ ജോയിൻ ചെയ്യാതിരിക്കും എന്ന് വിചാരിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ, അതായത് കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നം. നമ്മൾ ധാരാളമായിട്ട് പല കാര്യങ്ങൾ, ഇപ്പൊ പെരുമാറ്റ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഓർമ്മ വരിക ADHD, ODD, CD, കണ്ടക്ട് ഡിസോർഡർ, ഇതൊക്കെയാണ് വരിക. പക്ഷെ ഞാനൊരു ജനറലായിട്ട് ഒരു ബിഹേവിയറൽ പ്രോബ്ലംസ് ചിൽഡ്രനിലെ ഒരു ബേസിക് ലെവൽ തൊട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതില് ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് വാശി, ദേഷ്യം, അനുസരണമില്ലായ്മ, സഹോദരങ്ങളെയൊക്കെ ഉപദ്രവിക്കുക, കാര്യം സാധിക്കാൻ വേണ്ടി ഉറക്കെ കരയുക, ഇങ്ങനെ തുടങ്ങിയ വിവിധ തരം പ്രശ്നങ്ങൾ കുട്ടികളിൽ കാണാറുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പല രക്ഷിതാക്കളും കൃത്യമായിട്ട് അറിവുണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനെ എങ്ങനെ നമ്മൾ ഒരു സൊല്യൂഷൻ കാണാം എന്നാണ് നമ്മൾ ഈ വെബിനാറിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെല്ലാവരുടെയും ഇൻട്രാക്ഷനും ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെതായ ഒരു റെമഡിയൽ കോച്ച് എന്ന നിലയിലും കൗൺസിലിംഗ് മേഖലയിലും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ലീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ നമ്മൾ സൊല്യൂഷൻ കാണാം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുട്ടികളിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു പാരന്റുമാണ് റെമഡിയൽ കോച്ച്, പലരും പാരന്റ്സ് ആയിരിക്കാം, റെമഡിയൽ ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ വരാം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് അതിൽ നിന്നും എന്ത് പ്രതികരണമാണ് കിട്ടുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ ഒരു കാര്യം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് ഇതൊരു ബിഹേവിയറിസ്റ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടുള്ള ഒരു ലേണിംഗ് തിയറിയാണ്. ഇത് എല്ലാവരിലും ഒരേപോലെയാണ്. കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും
4 ഇതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അവര് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു അറ്റൻഷൻ, ആ ശ്രദ്ധ ചില കുട്ടികളെ നമ്മൾക്ക് നല്ല ശ്രദ്ധ, കുട്ടികളിലെ എല്ലാ പേരൻസും നല്ല ശ്രദ്ധയും പരിഗണനയും എല്ലാം കൊടുക്കും. അതിനോടൊപ്പം തന്നെ ആ പരിഗണന കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി കുട്ടികൾ കാണിക്കുന്ന പല ബിഹേവിയറിൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, കുട്ടികളെ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണ്. ആ ഗസ്റ്റ് വരുന്ന ടൈമിൽ മുതിർന്നവരെ ആയിരിക്കും, മുതിർന്ന ആളുകളോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനുമാണ് ഗസ്റ്റ് കൂടുതൽ നേരം ചെലവഴിക്കുക. അപ്പോൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യും. അവർ ചിലപ്പോൾ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും ഒരു സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഈ സംസാരിച്ചിരിക്കുന്ന ഗസ്റ്റുകളെ കൂടി അതിലേക്ക് അട്രാക്ട് ചെയ്യും. അവർ ഈ കുട്ടികളോട് എന്തെങ്കിലും ചോദിക്കുന്ന രീതിയിലാവാൻ വേണ്ടി, അങ്ങനെ ഒരു ശ്രദ്ധ രീതിക്ക് വേണ്ടി അവർ എന്തെങ്കിലും ഒരു ബിഹേവിയറൽ പ്രോബ്ലംസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. കൂടാതെ ഒരു സ്കൂളോ ക്ലാസ് ടൈമിൽ ഒരു ടീച്ചറുടെ അടുത്താണെങ്കിൽ, ഒരു ക്ലാസ്സിലായിരിക്കുമ്പോൾ ഈ ഒരു കുട്ടിയെ മറ്റുള്ള കുട്ടികളിൽ നിന്നും ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് അവന് തന്നെ സ്വയം തോന്നുകയാണെങ്കിൽ, കുട്ടികൾ അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി, ഇപ്പോൾ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ടീച്ചർ നന്നായി വർക്ക് ചെയ്യുന്ന കുട്ടികളെ മറ്റുള്ളവരെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇവനെയും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പെരുമാറ്റം അവൻ ക്ലാസ്സിൽ കാണിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു രീതിയിൽ അവൻ ആ ക്ലാസ്സിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ ഒരു മുതിർന്ന കുട്ടികൾ, അവർക്ക് നേരെ താഴെ ചെറിയ കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഒരമ്മയുടെ എല്ലാ പരിഗണനയും സ്നേഹവും ഒക്കെ ആ കുട്ടിക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നത് കാണാം. അപ്പൊ ആ കൂടുതലായിട്ട് കൊടുക്കുന്ന സമയങ്ങളിൽ എനിക്കും ആ പരിഗണന ലഭിക്കണമെന്ന് വിചാരിച്ച് മുതിർന്ന കുട്ടികൾ എന്ത് ചെയ്യും, ഈ കുട്ടിയെ അടുത്ത് നിന്ന് തന്നിലേക്ക് എന്തെങ്കിലും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ കുട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങൾ തനിക്ക് ശ്രദ്ധ കിട്ടും എന്ന് തോന്നിപ്പിക്കുന്ന വിധം അവര് ഒരു പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ വരുന്നത് ഒരു എസ്കേപ്പിസം, അതായത് രക്ഷപ്പെടൽ. അതായത് കുട്ടി ഈ കാരണത്തിന് വേണ്ടിയിട്ട് കുട്ടി ഉറക്കെ കരയും. ചിലപ്പോൾ പുസ്തകങ്ങളൊക്കെ വലിച്ചു കീറുക, കൂടുതൽ ഭക്ഷണങ്ങളൊക്കെ തട്ടി മാറ്റുക, ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല പെരുമാറ്റ പ്രശ്നങ്ങളും കാണിക്കും. അതായത് കുട്ടി ഉറക്കെ കരയുമ്പോൾ, എന്തെങ്കിലും ഒരു മടി കാരണം, ഒരു എക്സാമ്പിളായിട്ട് സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുകയാണ്. അപ്പോൾ കുട്ടി ഉറക്കെ കരയുമ്പോൾ ആ കരച്ചിൽ നിർത്തുന്നതിന് വേണ്ടി നമ്മൾ അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്യുകയും, അതുപോലെ ഭക്ഷണം എന്തെങ്കിലും കൊടുത്താൽ തട്ടി മാറ്റുകയാണെങ്കിൽ പിന്നെയും ഭക്ഷണം വൃത്തികേടാക്കുമെന്ന രീതിയിൽ പാരൻസ് അവിടെ ഈ സ്റ്റോപ്പ് ചെയ്യുമെന്ന് കുട്ടി അറിയുന്നത് കൊണ്ട് കുട്ടി ആ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ പുസ്തകങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ അതെന്തെങ്കിലും ആകെ വൃത്തികേടാക്കുക, ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് കാണിക്കുമ്പോൾ പാരൻസ് അതിനെ അവോയ്ഡ് ചെയ്യാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുട്ടി ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം അവിടെ ചെയ്യുക. കുട്ടി അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ലേൺ ചെയ്യാണ്. ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് പോകാൻ മടിയുള്ള ഒരു കുട്ടി, ആ കുട്ടി പല കാരണങ്ങളും സ്കൂളിലേക്ക് പോകാൻ മടിയുണ്ടാകുമ്പോൾ പറയും, എനിക്കിന്ന് പോകണ്ട, വാശി കാണിക്കും, കൂടുതൽ വാശി പിടിച്ച് കരയും. ഇതെല്ലാം കാണിച്ചാലും പാരൻസ് നിർബന്ധപൂർവം എന്തെങ്കിലും അടിയോ എന്തെങ്കിലും കൊടുത്തിട്ട് കുട്ടിയെ സ്കൂളിലേക്ക് അയക്കും. അത് കഴിഞ്ഞ് സ്കൂളിൽ എത്തുമ്പോൾ കുട്ടി ഇതും സംഭവിക്കുന്നില്ല. ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കും. അതായത് ഒരു എക്സാമ്പിൾ എനിക്ക് വന്ന ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഒരു കുട്ടി എന്നും രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ വയറുവേദനയാണ് എന്ന് പറയും. ഇത് സ്കൂൾ ബസ് വരുന്ന ടൈമിലെല്ലാം ടോയ്ലറ്റിലായിരിക്കും. എങ്ങനെ ആയാലും ടോയ്ലറ്റിൽ പോവുകയാണ്, ഇവനിത് വെറുതെ പറയുകയാണെന്ന് വിചാരിച്ച് അവരൊക്കെ ചെക്ക് ചെയ്തു പാരൻസ്.
ചെക്ക് ചെയ്ത് പാരൻസ് എല്ലാം ചെയ്യുന്ന സമയത്തും ഈ കുട്ടി അത് മാക്സിമം എല്ലാം ഉള്ള രീതിയിൽ കാണിക്കും. അങ്ങനെ ഇവരെങ്ങനെയെങ്കിലും നിർബന്ധിച്ച് സ്കൂളിലേക്ക് അയക്കുന്നു. സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ അവര് സ്കൂളിൽ ഇതേ സംഭവം കുട്ടി ആവർത്തിക്കുന്നു. അവിടെയും ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായി പാരൻസിനെ വിളിച്ച് സ്കൂളിൽ നിന്ന് കുട്ടിയെ കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ളൊരു റിസ്കി ഫാക്ടർ വന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു അവസരത്തിലാണ് നമ്മുടെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഈ കുട്ടി ഇത് റിപ്പീറ്റ് ചെയ്ത് കുട്ടി എന്തായാലും ഇങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായാൽ സ്കൂളിൽ ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ആണ്, പഠിക്കണം, അവന് മടിയാണ്. ഇതിന് പകരമായിട്ട് ആ ഒരു രീതി പഠിക്കണം എന്നുള്ള കാര്യത്തിന് പകരം ഏറ്റവും കൂടുതൽ ചിന്തിച്ച് ഈ ഒരു ഹാബിറ്റാണ് അവന് വളർത്തിയെടുത്തത്. അവന് അങ്ങനെ ഈ ഒരു ടോയ്ലറ്റിൽ പോകണം, എങ്ങനെയാലും വരും എന്നുള്ളത് വന്നതുകൊണ്ട് ഇവർ പാരൻസ് വരെ കൺഫ്യൂസ്ഡ് ആയി. അവിടെ ഒരു ശിക്ഷ നടപടികളൊന്നും അവിടെ ഫലിച്ചില്ല. അപ്പോൾ കുട്ടി അവിടെ യൂസ് ചെയ്തത് ആ ഒരു എസ്കേപ്പ് വിസ, രക്ഷപ്പെടാൻ വേണ്ടി. ചില കുട്ടികൾ വളരെയധികം ഉറക്കെ കരയുമ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസ്, ഇപ്പോൾ പല വീടുകളിലും നമുക്ക് കാണാം ഗ്രാൻഡ് പാരൻസ് വളരെ സപ്പോർട്ടീവാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ അവർ വളരെയധികം സപ്പോർട്ട്. അവരൊന്ന് കരഞ്ഞാൽ അവരെ അടിച്ചിട്ടൊന്നും സ്കൂളിൽ അങ്ങനെ ഒന്നും കൊണ്ടുപോകണ്ട, അത്രയും ഇതാക്കണ്ട എന്നൊക്കെ അവർ സപ്പോർട്ടീവായി പറയുമ്പോൾ ആ വാക്കുകൾ കേട്ടിട്ട് കുട്ടി അതിനെ മാക്സിമം യൂസ് ചെയ്ത് അങ്ങനെ ഒരു എസ്കേപ്പിസം കൂടി കുട്ടി എടുക്കും. ഇങ്ങനെയാണ് ഒരു രക്ഷപ്പെടലിൻ്റെ ഒരു ബിഹേവിയർ പ്രോബ്ലം കുട്ടികളിൽ വരുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മളൊരു പ്രതിഫല വസ്തുക്കളായിട്ട്, അതായത് ഗിഫ്റ്റായിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ കൊടുക്കും. അതിനു വേണ്ടിയിട്ട് കുട്ടി വിചാരിക്കുന്നു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടും, അതുകൊണ്ടൊരു ബെനിഫിറ്റ് കിട്ടും. എക്സാമ്പിളായിട്ട് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പാരന്റിങ്ങിലും എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നതാണ്, ഒരു സൂപ്പർ മാർക്കറ്റിലോ ഷോപ്പിംഗ് മാളിലോ ഒക്കെ പോകുമ്പോൾ വാശി പിടിച്ച് കരയുന്നു, അപ്പോൾ ആ കാര്യം സാധിക്കുന്നു. അതിനുവേണ്ടി കുട്ടികൾ എന്തെല്ലാം കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കുന്നു. അവരവരത്തിൽ നിന്നും ആ റിവാർഡ്, എത്രയും വിലപിടിപ്പുള്ള റിവാർഡുകൾ അവിടെ നിന്ന് കിട്ടണം എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അവരത് ചെയ്യുന്നു. അതിനുവേണ്ടി അവർ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ പെട്ടെന്ന് ഒരു ഫോൺ, അധികം ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണ് അമ്മയുടെ അടുത്തുനിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും റിസ്കി ആയിട്ടും അത്രയും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടായിരിക്കും കുട്ടി അവിടെ വന്ന് ചോദിക്കുക. എന്താണ് പാരൻസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എത്ര ബിസിയാണ് എന്നറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇന്ന് ടോയ്സിനെ പോലെ തന്നെ മൊബൈലുമാണ്. അതിനു വേണ്ടിയിട്ട് ആ ടൈമിൽ നമ്മൾ എത്ര ബിസിയാണോ ആ ടൈം അവർ യൂസ് ചെയ്തിട്ട് ഈ വസ്തുക്കൾ വാങ്ങും. അതാണ് മൂന്നാമത് അവരൊരു ബിഹേവിയർ പ്രോബ്ലമായിട്ട് എപ്പോഴും കാണിക്കുക. അവരത് സെർച്ച് ചെയ്ത ഒരു സമയം കണ്ടെത്തും. പിന്നീട് നാലാമതായിട്ട് വരുന്നത് ഒബ്സർവേഷനാണ്, നിരീക്ഷണം. അതായത് കുട്ടികൾ രക്ഷിതാക്കളെ എപ്പോഴും ഒബ്സർവ് ചെയ്യും. രക്ഷിതാക്കളുടെ ഓരോ കാര്യം, ചില രക്ഷിതാക്കൾ വളരെയധികം ദേഷ്യമുള്ള ആളുകളായിരിക്കും. ഡോർ നന്നായി വലിച്ചടയ്ക്കുന്നു, ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് എന്താണ് പറയുന്നത് കേൾക്കാതെ സംസാരിക്കുന്നു. ഇങ്ങനെ പല പ്രവൃത്തികളും ചെയ്യും. അപ്പോൾ ആ ഒരു ഇതില് കുട്ടികളുടെ ബിഹേവിയറിൽ പ്രശ്നങ്ങൾ കുട്ടികൾ അതുപോലെ ഒബ്സർവ് ചെയ്ത് അതേ ഒരു ബിഹേവിയർ പിന്തുടർന്ന് വരികയാണെങ്കിൽ നമ്മൾ ആ കുട്ടികളെക്കാളും ആ പാരൻസിലാണ് നമ്മളൊരു മാറ്റം വേണ്ടത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വാട്ടർ ടാപ്പ്, അതിലൊരു വേസ്റ്റ് ആയിട്ടുള്ള വാട്ടറാണ് വരുന്നത് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ ടാപ്പിൻ്റെ അവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിന് പകരം ആ ടാങ്കിൽ ആ വെള്ളം എവിടെ നിന്നാണോ വരുന്നത് ആ ടാങ്കാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അതുപോലെയാണ് ഈ പാരൻസിലേക്കാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. അതായത് കുട്ടികളെ എപ്പോഴും കോപ്പി ചെയ്യും. എന്താണ് പാരൻസ് ആയാലും ചുറ്റുമുള്ള ആളുകളെയൊക്കെ അവർ ചെയ്യും. അവരുടെ ഒരു റിലേഷൻഷിപ്പ്, അവരുടെ ട്രസ്റ്റ്, അതൊക്കെ അവരുടെ ലൈഫിൽ എന്തായാലും റിഫ്ലക്റ്റ് ചെയ്യും. അതായത് എവരി റിയാക്ഷൻ വി ക്യാരി ഈസ് നോട്ട് ഓൾവേസ് അവേഴ്സ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ഓഫൺ ആൻഡ് എക്കോ ഓഫ് ദി പാസ്റ്റ്. അതായത് ഏതൊരു റിയാക്ഷനും കുട്ടികളിൽ നിന്ന് വരുന്നത് നമ്മളുടേതായാലും അത് അഡൽഹുഡിലേക്ക് പോകുമ്പോഴേക്കും
അത് ഈ കോപ്പി ചെയ്ത് വന്നതായിരിക്കും, ആ പാസ്റ്റിലുള്ളതായിരുന്നു. അപ്പൊ പാസ്റ്റിൽ തന്നെ ഹീലിംഗ് ബിഗിൻസ് വെൻ യു പോസ് ആൻഡ് ആസ്ക്. നമ്മൾ എപ്പോഴാണോ ഹീലിംഗ് നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായ കാര്യം അപ്പോൾ തന്നെ ഹീൽ ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് പോയില്ലെങ്കിൽ അത് വലുതാവുമ്പോൾ അതേ രീതിയിൽ ആ പാരന്റിന്റെ ഒരു ക്യാരക്ടർ വൈസ് വരും. പലപ്പോഴും നമ്മൾ പറയും ഇവന് കുട്ടികൾ പല ബിഹേവിയർ കാണിക്കുമ്പോഴും ഇത് അച്ഛൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ മദറിൻ്റെ സ്വഭാവമാണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കും, കുറ്റപ്പെടുത്തും. ഇത് നിനക്ക് അവിടുന്ന് കിട്ടിയതാണ് എന്ന് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പല കുട്ടികളും ഇത് പലതും കോപ്പി ചെയ്ത് അതുപോലെ വരും. ഇങ്ങനെ നമ്മൾ അത് അവരുടെ സ്വഭാവമാണ് എന്ന് മാത്രമേ പറയുള്ളൂ. അതാണ് അവർ കോപ്പി ചെയ്യും എന്നുള്ള ഒരു കാര്യം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആണ് പെരുമാറ്റ പ്രശ്നങ്ങളായിട്ട് വരും. ഇനി ഇതിനെ കുറിച്ചിട്ട് ഒരു ജസ്റ്റ് ഞാനൊരു 4 ബേസിക് കാര്യങ്ങളാണ് ബിഹേവിയർ പ്രോബ്ലംസ് കുട്ടികൾ കാണിക്കുന്നത് പറയും. ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് ഇപ്പോൾ പല പാരൻസും വളരെയധികം സ്ട്രിക്റ്റ് ആയാലേ കുട്ടികൾ നന്നാവുകയുള്ളൂ എന്നാണ് എല്ലാവരും ചിന്തിക്കുക. നല്ല സ്ട്രിക്റ്റ് പാരന്റ് ആയാൽ കുട്ടികൾ, നമ്മളത് വളരെ ലൂസായാൽ അങ്ങനെ ചിന്തിക്കുന്നവരും ചിന്തിക്കാത്തവരും ഉണ്ട്. എന്നാലും ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അവിടെ കുട്ടികളെടുത്ത് അങ്ങനെ പറയും. അപ്പൊ അവിടെ പാരൻസ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പാരൻസിന്റെ റൂൾസ്, കൺട്രോൾസ്, അതേപോലെ പണിഷ്മെന്റ് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അവർ തെറ്റ് ചെയ്യുന്നത് നിർത്തില്ല. പകരം അവർ പലതും ഹൈഡ് ചെയ്യാനാണ് ശ്രമിക്കുക. ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വളരുന്ന കുട്ടികൾ അവരുടെ ടീനേജ് ധാരാളം തെറ്റുകൾ ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പല സ്ഥലത്തും നുണകൾ പറയാൻ ശ്രമിക്കും, ഹൈഡ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ പല അഡിക്ഷനിലേക്കും ഒക്കെ അവർ എത്തിക്കും. അപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ആ സ്ട്രിക്ട്നെസ്സും അവിടെ. പക്ഷെ പല സമയത്തും ഈ സ്ട്രിക്ട്നെസ് ആവശ്യവുമാണ്. അത് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ? ഈ ഓരോ കാര്യങ്ങളും ഇപ്പൊ കുട്ടികളുടെ ഓരോ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ, പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതെല്ലാം എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മൾ ഒരു പാരന്റ് ആയാലും ഒരു റെമഡിയൽ ടീച്ചർ ആയാലും നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ അതിനൊരു ഏതൊരാളും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കുട്ടി ഇങ്ങനെ വാശി കാണിക്കുകയാണ്, ദേഷ്യം കാണിക്കുകയാണ്, അനുസരിക്കുന്നില്ല, നമുക്ക് എന്താണ് പെട്ടെന്നൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഏതൊരു പാരന്റും ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ തരിക. ഒന്നുകിൽ അതിന് ഒരു സൊല്യൂഷനോ പെട്ടെന്ന് മെഡിസിൻ പോലെയുള്ള ഒരു സൊല്യൂഷൻ കിട്ടാനാണ് പല പാരൻസും. അവർക്ക് അതിനു വേണ്ടി ക്ഷമാപൂർവം പല സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആ കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും അവർ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ഇതിൽ പറയുന്നതിൽ ഞാൻ പറഞ്ഞ ഈ ഒരു കേസ് ഉണ്ടായതിൽ കുട്ടി ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിഞ്ഞ് കുട്ടിക്ക് സ്കൂളിലേക്ക് മടിയാണ്, എന്താണ് അതിൻ്റെ റീസൺ, കുട്ടി സ്കൂളിൽ പോകാൻ വാശി പിടിക്കുന്നു എന്ന് മാത്രമാണ് പേരൻസ് അപ്പോൾ ചിന്തിക്കുന്നത്. അതിന് കുട്ടി ഇങ്ങനെ പറയുന്നു, ഇതിനൊരു സൊല്യൂഷൻ. പക്ഷെ കുട്ടിക്ക് ഇതിനു മുമ്പ് എന്താണ്, ആ ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ആ ക്ലാസ്സിൽ ടീച്ചറുമായിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടാണോ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചോദിച്ചറിയാനുള്ള സമയം കുട്ടികളുമായിട്ട് കണ്ടെത്തും. പല പേരൻസും നന്നായിട്ട് അവരുമായിട്ട് കുട്ടികളായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. ചിലർ ചില കുട്ടികൾ എന്തെങ്കിലും വീട്ടിൽ വന്ന് വൈകുന്നേരങ്ങൾ നമ്മൾ കുട്ടികളായിട്ട് ഓപ്പൺ അപ്പ് ആവണം എന്ന് പറയും. ആ സമയത്തും അവരത് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അത് കേൾക്കുക. പെട്ടെന്ന് പറഞ്ഞു തീർക്കുക, എന്തൊക്കെയാണെന്ന് നടന്നത് പെട്ടെന്ന് പറഞ്ഞു തീർക്കുക എന്ന് സ്പീഡപ്പായിട്ട് പറയാതെ വളരെ സാവധാനം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ കേൾക്കാൻ പലർക്കും കഴിയാറില്ല.
അത് ചിലർക്ക് ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം, ചിലർ വൈകുന്നേരം വരുന്ന പല ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ളത്. പക്ഷെ കുട്ടികൾ പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ അതിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാതെ പോവുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് പാരൻസ് ഇന്ന് കുട്ടികളിൽ ഇങ്ങനെ ഒരു പല ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇന്ന് എല്ലാ കാര്യങ്ങളും നമുക്കൊരു അസുഖം വന്നാൽ അപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്യാണ്, യൂട്യൂബ് നോക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഇത്. അപ്പോൾ തന്നെ നമ്മുടെ അസുഖം എന്താണ് അതിൻ്റെ സീരിയസ് വേർഷനിലേക്ക് നമ്മൾ പോകുന്നു. അതിൻ്റെ എല്ലാം നമ്മുടെ കുട്ടിയുടെ അസുഖം നമുക്ക് ഒരു ചെറിയ പനിയോ എന്തെങ്കിലും വന്നാൽ അതാണെന്ന് സിംറ്റം വെച്ച് നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യും. അതുപോലെയാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിലായിട്ട് കുട്ടികളുടെ ഓരോ സ്വഭാവ സവിശേഷതകൾ ഓരോ പാരൻസും അവരുടെ ഒരു അറിവ് വെച്ചിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ പാരന്റിങ് ക്ലാസ്സുകളും വെബിനാറുകളും ഇതിലെല്ലാം ADHDയുടെ ഇതെന്തായിരിക്കും എന്നറിയാം. അപ്പോൾ ADHD എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഅറ്റൻഷൻ ഉണ്ടായിരിക്കും, ഇമ്പൾസിവിറ്റി ഉണ്ടാവും, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഇതൊക്കെ ഒരു ബേസിക്. ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയി കേട്ട ഒരാൾ ഇതൊക്കെ എൻ്റെ കുട്ടിക്കുമുണ്ടല്ലോ, അപ്പോൾ ഇവന് ADHD ആണ്. ഫസ്റ്റ് തന്നെ ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി എൻ്റെ കുട്ടിക്ക് ADHD ആണെന്ന് അവർ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാരൻസ് ഡയഗ്നോസ് ചെയ്യും. പക്ഷെ അവർ അത് ഉറപ്പിക്കുകയാണ്, എൻ്റെ കസിൻ എങ്ങനെയുണ്ട് അതുകൊണ്ട് എൻ്റെ കുട്ടിക്കും അതാണ്. ഈ അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ ജസ്റ്റ് വെച്ചിട്ട് അവരത്. പക്ഷേ ഇത് ഒരു 6 മന്ത്സോളം അത്രയും റിപ്പീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഡയഗ്നോസ് ഉള്ളൂ. പക്ഷേ ഇവർക്ക് അത് തന്നെയാണെന്ന് തോക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. കുട്ടികൾ പലപ്പോഴും ഈ പെരുമാറ്റ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും അതിനെപ്പറ്റി പഠിച്ചിട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്താനും ഇന്ന് പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് പല കുട്ടികൾക്കും അത്രയധികം സീരിയസ് ആയ സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അത് അങ്ങനെ അവരെ അപ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു അവരുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇതൊക്കെയുള്ള രീതിയിൽ അവർ ചെയ്യുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ വരെ ഹൈലി ആയിട്ട് അതങ്ങനെ റിപ്പീറ്റഡ് ആയി പോയിട്ട് വേറെ എന്തെങ്കിലും ആവും. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഈ കുട്ടി ചെയ്യുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഈ 2ാം ക്ലാസ് എത്തിയപ്പോഴാണ് കുട്ടിക്ക് പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞ് ഒരു പേരന്റ് പറയും. അതുവരെ പ്രശ്നമില്ല, ഇപ്പോൾ എന്തുകൊണ്ടാ പ്രശ്നം വന്നു എന്ന് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് ഒരു സ്കില്ല് പാരന്റ് എന്ന നിലയിൽ പാരൻസിന് ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ചില പാരൻസിന് അത് എങ്ങനെ ചോദിക്കണം, പെട്ടെന്ന് എക്സാം എഴുതുന്ന കുട്ടിയാണെങ്കിൽ ആ എക്സാം ഹാളിന്റെ പുറത്ത് നിന്ന് കുട്ടികൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പണ്ട് പഴയ കാലഘട്ടത്തിൽ പരീക്ഷ എനിക്ക് പേടിയാവുന്നു എന്നാണ് പറയുക, ടെൻഷനാണ്, ഇന്ന് ഡിപ്രഷനാണ്, സ്ട്രെസ്സാണ്, ഇങ്ങനെയുള്ള വാക്കുകളാണ് കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ADHD. ഇതൊക്കെ ഈ ഒരു ടേംസ് സാധാരണ എല്ലാവരും ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യണം. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതെന്താണെന്ന് അറിയാതെ ഒരു കോമൺ വേർഡായിട്ട് അതിന്ന് വരുന്നു. അതുപോലെ തന്നെയാണ് കാര്യങ്ങളെ കുറിച്ച് ഡീപ്പായിട്ട് അറിയാതെ എന്തുകൊണ്ടാണ് എനിക്ക് ഡിപ്രഷനാണ്, മോൾക്ക് ഡിപ്രഷനാണെന്ന് പാരന്റും അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പറയും. ഈ ഡിപ്രഷൻ ആണോ, ഇത് ഇവൾക്ക് വിഷമമാണോ, അതുകൊണ്ടുള്ള പേടിയാണോ, എന്താണെന്ന് ഡീപ്പായിട്ട് അറിഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനാണ് പാരൻസ് ശ്രദ്ധിക്കേണ്ടത്.
പാരൻസ് അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ വാശിയും ദേഷ്യവും അനുസരണയില്ലായ്മയൊക്കെ കാണിക്കുമ്പോൾ ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നമുക്ക് നഷ്ടപ്പെടും. എത്ര ക്ഷമയുള്ള ഒരാളാണെങ്കിലും ഇത് റിപ്പീറ്റഡ്ലി വരുമ്പോൾ അപ്പൊ അവിടെ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനാണ് നമ്മളെ തന്നെ നമ്മൾ ഹീൽ ചെയ്യണം. നമ്മുടെ മൈൻഡ് ഒരു ബ്രീത്തിങ് എക്സസൈസിലൂടെ നമ്മുടെ മൈൻഡിൽ നമ്മൾ കാമായി നമ്മൾക്ക് ഈ കുട്ടികൾ എന്താണെന്ന് തിരിച്ചറിയാനും അതിനെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കാനും അവരുടെ ഓരോ ആക്ടിവിറ്റിയിലും വ്യത്യാസങ്ങളുള്ളത് മനസ്സിലാക്കി അവരെ ശ്രദ്ധിക്കാൻ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തന്നെ കാമാവണം. നമ്മൾ കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ അവരെ മനസ്സിലാക്കാനും അവരെ എന്തൊക്കെയാണ് ഓരോ മിനിറ്റുകളിലും അവർ മാറിക്കൊണ്ടിരിക്കും. ആ കുട്ടിയെ മനസ്സിലാക്കി എടുക്കാൻ അതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പലരും പറയും. ഇപ്പോൾ ഒരു കേസ് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി വളരെ നല്ല കുട്ടിയായിട്ട് പഠിച്ചുകൊണ്ട് സ്കൂളിൽ വരണം. 2ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവളുടെ ഉമ്മ പ്രഗ്നന്റ് ആയി. അപ്പോ അവൾക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നതിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് ആ പാരൻസിന് പറയും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടി വീട്ടിൽ പെരുമാറ്റം ഈ ഒരു ബിഹേവിയറിൽ പ്രോബ്ലംസ് കാണിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ എല്ലാം എടുത്തെറിയുക, പല കാര്യങ്ങളും ചെയ്യുക, മറ്റുള്ളവരോടൊക്കെ ദേഷ്യം കാണിക്കുക, സ്കൂളിൽ പോകാതിരിക്കുക, വേറെ ചെറിയ ചെറിയ കുട്ടികൾ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളെയൊക്കെ എങ്ങനെയെങ്കിലും ഉപദ്രവിച്ച് താഴെ ഇടാൻ നോക്കുക. ഇതൊക്കെ കാണിച്ച് പെട്ടെന്നാണ് ഈ ഒരു പ്രോബ്ലം അവര് വീട്ടിൽ കാണാൻ തുടങ്ങിയത്. അപ്പൊ അവര് ജസ്റ്റ് വന്നു, അങ്ങനെ അവരെ കാര്യങ്ങൾ പറഞ്ഞ ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവര് പറഞ്ഞ് പെട്ടെന്ന് ഈ കുട്ടിക്ക് എന്തോ ഇതുപോലെ വന്നു, ഇതുവരെ ഒരു പ്രശ്നമില്ല. അധികവും നമ്മുടെ ആളുകൾ ഫസ്റ്റ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് എന്തോ പേടിയായിരിക്കും, എന്തോ പ്രശ്നമായിരിക്കും. ഇതുവരെ ഈ കുട്ടിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിയെ നമ്മൾ കറക്റ്റായിട്ട് സംസാരിച്ച് അവളുടേതായ രീതിയിൽ അവളെ അടുത്തേക്ക് ചെന്നപ്പോൾ കുട്ടികൾ പറഞ്ഞു നിന്റെ ഉമ്മ എനിക്കിപ്പോൾ ഒരു ചെറിയ കുഞ്ഞുവാവ ഉണ്ടാവാൻ പോവാണ്, ഇനി നിനക്ക് സ്നേഹമൊന്നും കിട്ടില്ല, ആ സ്നേഹം മുഴുവൻ ആ കുട്ടിക്കായിരിക്കും, ചെറിയ കുട്ടിക്കായിരിക്കും. അതുകൊണ്ട് പിന്നെ നിനക്ക് സ്നേഹം കിട്ടില്ല എന്ന വാക്കുകൾ ഇവളുടെ മനസ്സിലിങ്ങനെ കൂടുതലായിട്ട് മനസ്സിൽ കടന്ന് അതാണ് പിന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ വീട്ടിൽ കാണിക്കുന്നത്. അപ്പൊ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ദേഷ്യം, ഉമ്മയോട് ദേഷ്യം, പല കാര്യങ്ങളും അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് ദേഷ്യമായി തുടങ്ങി. അപ്പോൾ ഈ കുട്ടിയെ സ്നേഹിക്കാനും അടുത്തൊരു കുട്ടി വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രിപ്പറേഷൻ വീട്ടുകാർ ആദ്യം തന്നെ കൊടുക്കുകയോ അവരതിനെ പറ്റി അത്രയ്ക്ക് അല്ല, അതൊരു സാധാ രീതിയിലല്ലേ കുഞ്ഞൊരു കുട്ടി വരുമ്പോൾ. ഇപ്പോഴത്തെ കുട്ടികള് അത്രയ്ക്കും ഇതാണ്, അവര് റീലുകൾ കാണുന്നു, ഇൻസ്റ്റഗ്രാം, എല്ലാ അക്കൗണ്ട്സും എല്ലാ മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടികളാണ്. അവർ പല രീതിയിലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മളെക്കാൾ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അവരാ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും വെച്ചിട്ടാണ് കുട്ടിക്ക് ഒരു ബിഹേവിയർ പ്രശ്നം. ആ കുട്ടിയെ അതിൽ നിന്നും മാറ്റം വരുത്താനായിട്ട് നമ്മൾ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയും സാധാരണ ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ആ കുട്ടി നല്ല രീതിയിൽ ഇനി വരുന്ന കുട്ടിയെ എപ്പോഴാണ് വരിക എന്നുള്ള സ്നേഹത്തോടെ ആകാൻ നമ്മളത് പറഞ്ഞു കൊടുത്തു. അത് പാരൻസും അത് അറിഞ്ഞിരുന്നില്ല, ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു പാരൻസ്. അതാണ് ചില സമയത്ത് നമ്മൾ പോലും തിരിച്ചറിയില്ല എന്തുകൊണ്ട് ഈ കുട്ടി അത് ആ കുട്ടിയിൽ വീട്ടിൽ നിന്ന് ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല, വീട്ടിലെ പ്രശ്നമല്ല. അപ്പൊ വീട്ടുകാർക്ക് അറിയില്ല എന്താണ് പെട്ടെന്ന് ഒരു ദിവസം ഈ കുട്ടി. അതാണ് ഇപ്പൊ ഈ ഒരു സമൂഹം, ഈ ഒരു സോഷ്യൽ സിസ്റ്റം അങ്ങനെയാണ്. സോഷ്യൽ സിസ്റ്റത്തിൽ നമ്മുടെ കുട്ടിയെ മറ്റുള്ളവരാണ്, ആ കുട്ടിക്ക് ഈ പ്രശ്നമുണ്ടല്ലോ, ആ കുട്ടി അങ്ങനെയല്ലല്ലോ ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ മറ്റുള്ളവർ പറയുമ്പോഴും നമ്മുടെ കുട്ടി എന്താണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയാനുള്ള ഒരു സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളോടൊപ്പം ഒരു ക്വാളിറ്റി ടൈം തന്നെ സ്പെൻഡ് ചെയ്യണം. അവർ ജീവിക്കുന്ന ഒരു എൻവയോൺമെന്റ്, പിന്നെ അതൊരു വീടാകട്ടെ, ഏതെങ്കിലും ഒരു സ്ഥലമാകട്ടെ, അവിടെ ഒക്കെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ ഉള്ള ഒരു കോമൺ
ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്താലും എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. ഇവിടെ നമ്മൾ പിന്നെ പലപ്പോഴും കുട്ടികളോട് സ്ട്രിക്റ്റ് ആവുമ്പോൾ അവർക്ക് ആ സ്പേസ് ആണ് അവിടെ നഷ്ടമാകും. അവർക്കത് നമ്മൾ സ്ട്രിക്ട്നെസ് പല കാര്യങ്ങളിലും വെക്കുന്നതോടുകൂടെ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഒരു ഫിയറും കൂടാതെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കണം. നമ്മളോട് സംസാരിക്കുമ്പോൾ കുട്ടികൾ ഇത് എന്നെ ജഡ്ജ് ചെയ്യുമോ, ഞാൻ ഈ കാര്യം പറഞ്ഞാൽ എന്നെ ഉപദ്രവിക്കുമോ, ഇത് തുറന്ന് പറഞ്ഞാൽ എന്നെ ഉപദ്രവിക്കുമോ, എന്നെ പിന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നിട്ട് അവരുടെ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ അവരുടെ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും എല്ലാം അവർക്ക് കുറയും. അതുകൊണ്ട് അവർക്ക് അത് തുറന്ന് പറയാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അവർ തന്നെ ഒരു സ്കില്ല് കണ്ടെത്തി അവർ പല രീതിയിൽ ഒരു പെരുമാറ്റ പ്രശ്നമായിട്ട് അത് മാറുകയാണ്. അതിന് പകരം പാരൻസ് അവർക്ക് തോൽക്കാനും ഒരു എക്സാമിൻ്റെ കാര്യം വരുമ്പോൾ, എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എക്സാം ടൈം നടക്കുകയാണ്. കുട്ടികളെ എല്ലാവരും എത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയ പാരൻസ് ആണ് ഇന്ന് എല്ലാവരും. അവെല്ലാവർക്കും സ്വന്തം പലർക്കും ബിസി ലൈഫാണ്. എന്നാൽ പോലും അവർക്ക് വേണ്ടിയിട്ട് വന്ന് ഒരു 10 മിനിറ്റ് ചെലവഴിക്കും. ഫുൾ ടൈം നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടാവില്ല. എന്നാലും പഠിപ്പിക്കാൻ ഒഴിവുള്ള പാരൻസും ഉണ്ടായിരിക്കും. അവർ പോലും കുട്ടികളെ മറ്റുള്ള ട്യൂഷനിലും മറ്റും വിട്ട് കുട്ടി ഫുള്ളായിട്ട് അവിടുന്ന് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ പിന്നീട് റിസൾട്ട് വരുമ്പോൾ മാർക്ക് വളരെ കുറവായാൽ അത് എന്തുകൊണ്ട് എന്ന് അതിനു മുമ്പൊന്നും അന്വേഷിക്കാതെ അറ്റ് എ ടൈമിൽ അവരോട് വളരെയധികം ദേഷ്യത്തിൽ പെരുമാറുകയും അതുമൂലം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഷോക്ക് മൂലം പല പെരുമാറ്റ പ്രശ്നങ്ങളും വരുന്നുണ്ട്. അങ്ങനെയുള്ള കേസുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ തോൽക്കാനും തോൽവിയിൽ നിന്ന് പഠിക്കാനും ചെറിയ തെറ്റുകൾ, അവർ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പുറത്തു കൊടുത്ത് അത് എന്താണ് തെറ്റ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്വയം ചിന്തിക്കാം. നമ്മൾ പാരൻസ് ആസ് എ പാരന്റ് എന്ന നിലയിലാണ് പറയുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ നമ്മുടെ അടുത്തൊരു ഹെൽപ്പ് സീക്ക് ചെയ്ത് വരുന്ന ട്രെയിനേഴ്സ്, റെമഡിയൽ ട്രെയിനേഴ്സും ഒക്കെ ആവുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവര് അവർക്ക് ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, പെരുമാറ്റ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അത് എന്താണെന്ന് വളരെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു കാര്യം നോക്കിയിട്ടാണ് നമ്മൾ കറക്റ്റ്. ചില കുട്ടികളിൽ എന്തെങ്കിലും ജെനറ്റിക്കൽ ഹോർമോണൽ പ്രോബ്ലം, ജെനറ്റിക് ഇഷ്യൂ, ഹെറിഡിറ്ററി ആയിട്ടൊക്കെ പല പ്രശ്നങ്ങളും. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്, ഇതിനൊരു ഡയഗ്നോസ് ആവശ്യമാണ്, അസസ്മെന്റ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് കുട്ടികളെ വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയും അവർക്ക് എന്താണ് ഇന്നത്തെ ഒരു സമയത്ത് കുട്ടികൾക്ക് വീട്ടിൽ നല്ല എൻവയോൺമെന്റ് ആണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പേരൻസ് പറയും. ചിലപ്പോൾ കുട്ടികൾക്ക് വീട്ടിലെ പ്രശ്നമായിട്ടില്ല, സ്കൂളിലും നല്ല എൻവയോൺമെന്റ് ആയിരിക്കും, നല്ല ടീച്ചറാണ്, ക്ലാസ്സിലും എല്ലാം സുഖമായിരിക്കും. പക്ഷെ ഒരു കുട്ടിയിൽ നിന്ന് ഒരു ദിവസം ഉണ്ടായ ഒരു പ്രോബ്ലം ആയിരിക്കാം അവർക്ക് വളരെയധികം ഹേർട്ടായിട്ട് ഒരു പ്രശ്നമുണ്ടാകും. അത് ആ ടൈമിൽ തന്നെ അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുക. അവിടെയാണ് നമ്മൾ ഈ കുട്ടികളിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പൊ ADHD ഇതൊക്കെ ന്യൂറോ ഡെവലപ്മെന്റൽ ആ പ്രോബ്ലം ആയിട്ട് വന്ന അതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് എല്ലാവർക്കും നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് കേൾക്കുന്നുണ്ടാവും എന്തൊക്കെയാണ് അതൊക്കെ എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഈ കുട്ടികളിൽ വരുന്ന പ്രശ്നങ്ങൾ അത് എവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എവിടെ നമ്മൾ ചിലത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു അവർക്ക് നമ്മൾ പരിഗണന കൊടുക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കണം. ചില കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുമ്പോൾ അവിടെ നമുക്ക് പോസ് ചെയ്യാനും നമ്മൾ പഠിക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഹീൽ ചെയ്ത് നമ്മൾ തന്നെ അതിന് കറക്റ്റായിട്ട് വേണം എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് പോകേണ്ടത് എന്നുള്ളത്
ഫസ്റ്റ് അതൊരു സ്കില്ലെന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. കുട്ടികളിലുള്ള ഈ പെരുമാറ്റ പ്രശ്നങ്ങൾ ഓരോ വീടുകളിലും ഓരോ കുട്ടിയിലും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ അടുത്ത് വരുന്ന കേസുകളൊക്കെ കേൾക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ കുട്ടിയും. കോമൺ ആയിട്ട് നമുക്ക് കാണാം. അതിൻ്റെ പുറമെ അതിൽ ആ ഒരു കുട്ടിയിൽ എങ്ങനെ മാറ്റം വരുത്താം, ഓരോ കുട്ടിയെയും ഇപ്പോൾ റെമഡിയേഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പേഴ്സണലായിട്ടാണ് ഓരോ കുട്ടിയും എല്ലാ കുട്ടികളെയും ഒന്നിച്ച് നമുക്ക് ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് ഓരോ കുട്ടിയിലും എന്തെല്ലാം മാറ്റങ്ങൾ വേണം, അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ആണ് എന്ന് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളും ആ ഒരു സിറ്റുവേഷനെ വിലയിരുത്തിയിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇതാണ് കുട്ടികളിൽ ഉള്ള ഒരു പെരുമാറ്റങ്ങൾ, അതിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും പല അനുഭവങ്ങളും ഉണ്ടാവും ഈ ഒരു കാര്യത്തിൽ, പല എല്ലാ കാര്യങ്ങളും നിങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഇതിൽ കൂടുതലായിട്ട് പറയണമെന്നോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും. താങ്ക് യു മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും കുട്ടികളിൽ എത്രയൊക്കെ പാരൻസ് നോക്കിയാലും വളരെ ടാസ്ക് ആണല്ലേ കുട്ടികളിലെ ബിഹേവിയറൽ പ്രോബ്ലംസ്. സാധാരണ കുട്ടികൾ നമ്മളെ വീടുകളിലായാലും മക്കളുടെ കാര്യങ്ങളിലായാലും. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഈ റെമഡിയൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ അതിനെ കുറിച്ചിട്ടൊരു ഇതുണ്ടാവും. പാരൻസ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെടുത്ത് ഓരോ ചെറിയ കാര്യങ്ങളും അവരുടെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ പാരൻസ് റിയലൈസ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ കുട്ടിയുടെ പ്രോബ്ലം ആയിരുന്നു, അവർ ഓരോരുത്തർ ചെയ്യുന്നത് കുട്ടിക്ക് ഇങ്ങനെ ആയിരുന്നു എഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ റിയലൈസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്, ഇപ്പൊ നമ്മളുടെ കുട്ടികളായാലും അല്ലെ കുറെ കാര്യങ്ങൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോ നമ്മൾ നന്നായിട്ട് പാരന്റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും ഡിഫറെന്റ് ആണ് മക്കളായാലും അല്ലെ. അപ്പൊ അത് എന്തെങ്കിലും കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോ മാമിന്റെ അടുത്ത് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായവർ കറക്റ്റ് ചെയ്തവരുണ്ടെങ്കിലോ അങ്ങനെയുള്ള എങ്ങനെ വേണമെങ്കിലും എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നല്ല ക്ലാസ് ആയിരുന്നു മാം. എനിക്ക് ഒരു ഡൗട്ട് ഉള്ളതെന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ജോയിന്റ് ഫാമിലി ആയാലും ബാക്കിയായാലും ഒക്കെ പിന്നെ രണ്ടാമതൊരു കുട്ടി വീട്ടിലോട്ട് വരുമ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ഇമ്പോർട്ടൻസ് പോവുക എന്നുള്ളത് ബാക്കിയുള്ളവർ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ ആ കുട്ടി മറ്റേതങ്ങ് മറക്കുന്നു. അമ്മയും അച്ഛനും മറ്റേ കുട്ടിയുടെ ബാക്കിലാണ് എന്നുള്ളത് അങ്ങ് മറന്നു പോകും. ഇപ്പോഴ് സെക്കൻഡ് ഡെലിവറിക്ക് കുട്ടിയോട് മൂത്ത കുട്ടിയുടെയും കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ താമസിപ്പിക്കേണ്ടി വരുന്ന ഗതികേടാണ്. അപ്പോഴതിന് കുറച്ച് അറോഗൻസും ബാക്കി എന്നൊക്കെ പറയുന്നത് കുറച്ച് നോർമൽ അല്ലേ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അതെ, ഇപ്പോൾ കുട്ടികൾക്ക് അവരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, കെയറിങ് ഒക്കെ കൂടുതൽ തന്നെയാണ്. പക്ഷെ അവർക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് ചില കുട്ടികൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കൂടുതൽ ശ്രദ്ധ, കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഒരു കുട്ടിയായിട്ട് കുറെ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ കൊണ്ട് 2-3 കുട്ടികൾ ഓരോ ഇയറിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. മൂത്ത കുട്ടികൾ ചെറിയ കുട്ടികളെ നോക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഇപ്പോ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ വാങ്ങി കൊടുക്കുന്നു. പാരന്റ് എന്ന നിലയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സാധിപ്പിക്കുന്നു. അവരെ വളരെയധികം കെയർ ചെയ്തിട്ട്
അപ്പോൾ അവർക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഒരാളും കൂടി ഷെയർ ചെയ്ത് പോകുമോ എന്നുള്ള ഒരു പ്രശ്നം കുട്ടികളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ചില കുട്ടികൾ പറയും ഞാൻ മാത്രം മതി, ഇനി ഒരു കുട്ടി വേണ്ട എന്ന് പറയുന്നവരുണ്ട്. ചിലർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു, ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒരാളും കൂടി വേണം. പക്ഷെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ചില കുട്ടികൾ പലപ്പോഴും മടി കാണിക്കാറ്. എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള, അതുകൊണ്ടാണ് പ്രോബ്ലം വരുന്നത്. പക്ഷെ ഇപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്, രണ്ട് കുട്ടികളെ ഒരുപോലെ നോക്കുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ വരുന്ന അറോഗൻസ് എങ്ങനെ നമുക്ക് കൂപ്പപ്പ് ചെയ്യാൻ പറ്റും? ഒന്നാമതെന്ന് പറഞ്ഞ ഒരു മൈക്രോ ഫാമിലിയാണ്, പല രാജ്യങ്ങളിലോട്ടും അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്? അത് തന്നെയാണ്. അതെ, അതായത് കുട്ടികൾ ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടിയെ പെട്ടെന്ന് ഇനിയൊരു കുട്ടി വരും. ഞാൻ പറഞ്ഞ ഒരു കേസ് തന്നെ വെച്ച് ഞാൻ പറയാം. ആ കുട്ടി ഇനി ഒരു അടുത്ത കുട്ടി വരിക, അടുത്ത കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞതാണ് ആ കുട്ടിയുടെ മനസ്സിൽ പോയി. അപ്പോൾ ആ കുട്ടിക്ക് താല്പര്യം, ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തി. കുട്ടിക്ക് എന്തെല്ലാം താല്പര്യമുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ, ഈ ഒരു കാര്യം മാത്രം വെച്ചിട്ടല്ല. അപ്പൊ ആ കുട്ടിക്ക് നന്നായി വരയ്ക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എല്ലാ കാര്യങ്ങളും വരയ്ക്കാൻ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അവളോട് നന്നായിട്ടൊരു ഡ്രോ നല്ല ഭംഗിയിൽ അവള് ചിത്രം വരച്ചു. അത്രയും ഭംഗി, ആ വീട്ടുകാർ പോലും അവൾക്ക് അത്രയും കഴിവുള്ളത് അവർ ശ്രദ്ധിച്ചില്ല. ഡ്രോയിങ് ഒന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല പലരും. അപ്പോ നന്നായി വരയ്ക്കുന്ന ആ ഒരു കാര്യം എനിക്കൊരു ചിത്രം വരച്ചു തന്നപ്പോൾ ഞാൻ അതിൽ നന്നായിട്ട് അവളെ കോപ്പപ്പ് ചെയ്ത് അവൾ അതിൽ നല്ല ഇത് കൊടുത്ത് അവൾ ആ ഒരു മൈൻഡിലേക്ക് അവളെ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ സമയത്ത് അവൾ അതിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവളുടെ മനസ്സിൽ മറ്റുള്ള കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് ആ കുട്ടികൾക്ക് മാറാനില്ല. പക്ഷെ അതിൻ്റെ കൂടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ബൂസ്റ്റപ്പ് ചെയ്യണം. അവൾക്ക് ഇഷ്ടമുള്ളത് ഈ ഡ്രോയിങ് ആയിരുന്നു. അവൾക്ക് പല അവസരങ്ങളും എവിടെയാണെങ്കിലും ഡ്രോയിങ് വരയ്ക്കാനും അതിനുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പാരൻസിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ പാരൻസും അതിന് നല്ല സപ്പോർട്ടീവായിട്ട് ചെയ്യുകയും അങ്ങനെ പാരൻസ് കൂടുതൽ അവളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ അവൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടാണ് അവൾക്ക് അതിലൊരു മാറ്റമുണ്ട്. അതായത് ഈ ഒരു കുട്ടിയുടെ കേസിലാണ്, പല കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയി. നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ വേറൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. അപ്പോഴാണ്, അല്ലാതെ എങ്ങനെയാണ് മാം ചോദിച്ച പോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക? ഒരു കുട്ടി വരും, ഒന്നുമില്ല, ഷെയർ. അതിന് നമ്മൾ ആ ഒരു എൻവയോൺമെന്റ്, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടിയാവുമ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് വേണ്ടത്, എന്തുകൊണ്ടാണ് വരാത്തത്, എപ്പോഴും നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വേണം. കുട്ടികളായിട്ട് പറഞ്ഞ് അവരുടെ മനസ്സിൽ നിന്ന് നമ്മളൊരു റെമഡിയൽ ട്രെയിനറും കൗൺസിലറും ആവുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ് ചോദിച്ച് എല്ലാം മനസ്സിലാക്കി എടുക്കുന്ന പോലെ ഒരു സ്കില്ല് എല്ലാവരും ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിന് എടുത്തേക്ക് വരുന്ന ആ സ്കില്ല് ഏറ്റവും കൂടുതലുള്ളത് പാരൻസിന് തന്നെയാണ്. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആ കുട്ടിയിൽ എന്തൊക്കെയാണ്, അവിടെ ആ കുട്ടിയെ ബൂസ്റ്റ് ചെയ്യാം എന്നവർ മനസ്സിലാക്കും. ആ ബൂസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ അവരെ എടുത്ത് അവർക്ക് അത്രയും സപ്പോർട്ടീവ് സിസ്റ്റം കൊടുക്കുക. അല്ലാതെ ഏത് സമയവും ഇങ്ങനെ കുട്ടി വരും അതിനെ സ്നേഹിക്കണം ഇങ്ങനെ നമ്മളൊരു റൂൾ പോലെ അത് പറയാതെ അതിന് പകരം മറ്റൊരു സ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ വരും. അവർ ആ സപ്പോർട്ടും ആ ഒരു എൻവയോൺമെന്റിൽ അവരതിലേക്ക് ലയിച്ച് നമ്മൾ പോകും. ഇപ്പൊ കുട്ടികളെ നമ്മൾ മനസ്സ് മാറാൻ വേണ്ടി പലരും കണ്ടിട്ടില്ലേ, ഒരു മൊബൈലോ റീലോ കൊടുത്താൽ അവരതിലങ്ങോട്ട് മുഴുകി പോകുന്നുണ്ട്. അതേപോലെ അങ്ങനെയുള്ള സിസ്റ്റത്തിന് മാറ്റി നമ്മളൊരു സ്കില്ല് അവർക്ക് കൊടുക്കുമ്പോൾ അതിലേക്കും ഒരു മൊബൈലിന് എങ്ങനെ അഡിക്റ്റ് ആവുന്നു അതേപോലെ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മാറ്റം വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. തീർച്ചയായിട്ടും മാം, മനസ്സിലായി. ഹലോ മാം, എന്റെ പേര് സഫ എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം കുട്ടി ചോക്ലേറ്റ് അല്ലെങ്കിൽ ടോയിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ, ഇപ്പൊ പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിന്റെ അവിടുന്ന് ഒക്കെ വാശി പിടിക്കുമ്പോൾ ഒരു മെത്തേഡ് പറയുന്നത് എന്താ വെച്ചാല് അവരെ മൈൻഡാക്കാതിരിക്കുക, അവർക്ക് ഇഷ്ടമുള്ള അവര് ചെയ്യട്ടെ എന്നാണ്. അപ്പം അങ്ങനെ ഒരു പബ്ലിക്കിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ആ കുട്ടീനെ ഒഴിവാക്കാതെ വിടാൻ പറ്റില്ലല്ലോ. അവര് തട്ടിമറിക്കുന്നുണ്ടാവും, സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ വലിച്ചിടുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് മറ്റെന്തെങ്കിലും വഴികൾ യൂസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ്?
അതിന് ഞാനൊരു മെത്തേഡ് പറയാം. എന്നോട് ഇങ്ങനെ ഒരു ആള് ചോദിച്ചതാണ്, ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇങ്ങനെ ഭയങ്കര, അപ്പൊ എന്തായാലും നമ്മുടെ മുന്നിൽ അവര് ഇപ്പൊ കരയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ആ കുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കാതെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ സാധനം ഏതാണോ, ഇനിയിപ്പോ ഒരു ടോയ്, ഒരു കാറാണെന്ന് വിചാരിക്കും, ആ കാർ അവിടെ നമ്മൾ കണ്ടെത്തും. ആ കുട്ടിയെ കൂടെ കൊണ്ടുപോകുമ്പോഴാണ് ആ കുട്ടിയെ കാണിച്ചു തരുന്നത്. പക്ഷെ ആ കുട്ടിയുടെ മുന്നിൽ നിന്ന് നമ്മൾ അത് വാങ്ങിക്കൊടുക്കുന്നില്ല. നിർബന്ധപൂർവ്വം നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം ഇത് അവരുടെ കാര്യത്തിൽ സക്സസ് ആയതാണ്. ഇത് എങ്ങനെയാണ് എല്ലാവരുടെയും എന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവര് വീട്ടിലെത്തിയതിന് ശേഷം കുട്ടി കരഞ്ഞു, കുട്ടി അതിനെ പറ്റി പറഞ്ഞു. കുറെ കഴിഞ്ഞ് കുട്ടി അത് മറന്നു, അത് കിട്ടില്ല എന്ന് മനസ്സിലായി. കുട്ടി കുറെ നല്ല ബുദ്ധിമുട്ട് ആ ഒരു ദിവസം ഉണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം തന്നെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, അതേ സൂപ്പർ മാർക്കറ്റിൽ അതേ സാധനം അവർക്ക് വാങ്ങിക്കൊടുക്കും. അത് ആ ഒരു പ്ലേസിൽ നിന്ന് അപ്പോഴല്ല അവർക്ക് കിട്ടുന്നത്, പിന്നീട് അത് അവർക്ക് വീട്ടിൽ പിറ്റേ ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ ആ കുട്ടിയുടെ മുന്നിൽ ആ സാധനമുണ്ട്. അത് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു മാളിൽ വെച്ചിട്ടോ ആ ഒരു സാധനം അത് അത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ അതിന് പകരം മറ്റൊന്ന്, നമ്മൾ അത്രയും വില പിടിച്ചവർ നമുക്ക് കഴിയാത്തൊരു സാധനം അവർ പറയാം, ചിലപ്പോൾ നമുക്കത് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. എല്ലാം നമ്മൾ വാങ്ങി അങ്ങനെ പിറ്റേ ദിവസം കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കണം എന്നത്, നമ്മൾ വാശി പിടിക്കുമ്പോഴാണ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പം നീ എങ്ങനെ അവിടുന്ന് വാശി പിടിക്കാതിരുന്നു, അതിൻ്റെ ഒപ്പം നമ്മൾ പിറ്റേ ദിവസം ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പറയണം അവരോട്, നീ ഇനിയും ഈ നല്ലൊരു റോള് ചെയ്താൽ, ഇനിയും ഇവിടെ മാളിൽ പോകുമ്പോൾ വാശി പിടിക്കാതിരിക്കുമ്പോൾ നീ ആഗ്രഹിക്കുന്ന സാധനം കാണിച്ചു തന്നാൽ, നമുക്ക് എന്നാണോ കഴിയുന്നത് നമ്മുടെ ഒരു സിറ്റുവേഷൻ, നമ്മൾ കുട്ടികളെ നമ്മൾ എപ്പോഴും ബോധ്യപ്പെടുത്തണം എന്നാണ് പറയുക. നമ്മുടെ ജീവിത രീതി നമ്മൾക്ക് എത്രമാത്രം വാങ്ങിക്കൊടുക്കാൻ കഴിയും, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമ്മൾക്ക് നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിയും, ആ കുട്ടിക്ക് അത് വാങ്ങണം, ആവശ്യമുള്ള സാധനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കും. ആദ്യത്തെ ദിവസം ഇത് പറയുക, പിന്നെയും ആ കുട്ടിക്ക് അതിൻ്റെ റിപ്പീറ്റേഷനായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. എന്താണ് ഈ ഒരു സാധനം, ഇത് നിനക്ക് ഇപ്പോൾ ആവശ്യമാണ്, ഇത് വളരെയധികം യൂസ്ഫുൾ ഇല്ല, പിറ്റേ ദിവസം തന്നെ അത് ചിലപ്പോൾ ആ കാറ് കേട്ട് വരികയാണോ, എന്തെങ്കിലും ബാറ്ററി പോകണം, ഇത്രയും യൂസ് ഉള്ളൂ, ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് ഇതുകൊണ്ടൊരു കാര്യമില്ല, ബാറ്ററി കഴിഞ്ഞപ്പോൾ ഈ കാറ് കേട്ട് വന്നു, അപ്പോൾ നല്ല നിനക്ക് കുറേ കാലം നിൽക്കുന്ന കാര്യങ്ങൾ വാങ്ങണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ അവർക്ക് അവിടെ ഉണ്ടായ വിഷമം പിറ്റേ ദിവസം നമ്മൾ അവിടെ തീർത്തു കൊടുക്കുകയും അവർക്ക് മനസ്സിൽ ആ ഒരു ക്യാരക്ടർ സ്കില്ല് അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അവിടെ പോയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്, എനിക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ എനിക്ക് ഒരു കാര്യം ഇവര് പേരൻസ് വാങ്ങിത്തരും എന്നുള്ള ഒരു ബോധ്യവും അവർക്ക് ഉണ്ടാവും. അങ്ങനെ അവരുടെ മനസ്സിലേക്കാണ്, അവർ മൈൻഡിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ പറയില്ലേ, ഈ ഒരു എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലാണ്, ആ മനസ്സിലേക്കാണ് നമ്മൾ സജഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സജഷൻ അനുസരിച്ചാണ് നമുക്ക് മനസ്സിൽ എന്ത് കാര്യങ്ങളും നമ്മുടെ മനസ്സിന്റെ തോന്നലാണല്ലോ വീഴുമെന്നുള്ളതും, അത് വാങ്ങണം, അത് നല്ലതാണ്, എല്ലാം തോന്നിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിലേക്കാണ് നമ്മൾ സജഷൻ ആ കുട്ടിയിൽ കൊടുക്കേണ്ടത്. അല്ലാതെ കുറെ അടിക്കുകയോ കുറെ ചീത്ത പറയുകയോ ചെയ്യുമ്പോൾ ആ വേദന കഴിയുമ്പോൾ പിന്നെ അവർ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ മനസ്സിലേക്ക് മനസ്സിലാവുന്ന രീതിയിൽ സജഷൻസ് കൊടുത്തിട്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ അതിന് ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ഒരു കിട്ടിയ ഒരു ഇതുണ്ട്. പല സ്ഥലത്തും നമ്മൾ അതിനനുസരിച്ചാണ് നോക്കേണ്ടത്. ഇപ്പൊ ഈ കേസിന്റെ കാര്യത്തിലാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് തോന്നുന്നുണ്ടോ? പറയാട്ടോ. ഓക്കെ, നിങ്ങൾ തുറന്ന് സംസാരിക്കും. ഇങ്ങനെ ചെയ്തു നോക്കിയാൽ അല്ലാതെ നമ്മള് എല്ലാവരും ചോദിക്കുന്നതാണ്, ആ മാളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാതെ ഒരിക്കലും നമുക്ക് പോരാൻ പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് പോവുക? കുട്ടി പിന്നെ വാശി പിടിക്കും, ദേഷ്യമായിരിക്കും, കുട്ടിയുടെ ബിഹേവിയറിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന് മറ്റൊരു മാർഗം കണ്ടെത്തുക, ആ കുട്ടിയുടെ മനസ്സിന് സന്തോഷം കൊടുത്തുകൊണ്ട് തന്നെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതാണ് അവിടെ ചെയ്യേണ്ടത്.
ഓക്കെ. മാം, ഇനി എനിക്ക് ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. പറഞ്ഞോ. പിന്നെ ഈ പോസ്റ്റ് പാർട്ടം പ്രോബ്ലം ഉണ്ടല്ലോ ഇവർക്ക്, അതും പിന്നെ ഈ മൂത്ത കുട്ടിയെ മാനേജ് ചെയ്യുകയും പിന്നെ ജെൻസിന്റെ ചില ഈ സമയത്തുള്ള ഇതും അതെങ്ങനെ പിന്നെ ഇത് ചെയ്യാൻ പറ്റും, കൂപ്പപ്പ് ചെയ്യാൻ പറ്റും? കുട്ടികളെ പിന്നെ ചെറിയൊരു കുട്ടി ഉണ്ടാവുമ്പോ കൊച്ചു കുട്ടി ഉണ്ടാവുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് ഞാൻ ഇതിനും പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് മൈക്രോ ഫാമിലിയാണ്. ഇപ്പൊ ലേഡിയുടെ പേരൻസോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേരൻസോ ഒന്നും അടുത്ത് കാണത്തില്ല, വേറൊരു കൺട്രിയിലായിരിക്കും. മൂത്ത കുട്ടി സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇവർക്ക് ഈ പിന്നെ ആഫ്റ്റർ ഡെലിവറി പ്രോബ്ലംസ് വരുമല്ലോ, സൈക്കിക് പ്രോബ്ലംസിന്റെ കൂടെ ഈ മൂത്ത കുട്ടിയും കൂടെ എങ്ങനെ മാനേജ് ചെയ്യും? മൂത്ത കുട്ടിയും കൂടി ഈ ഒരു സ്റ്റേജിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന സ്റ്റേജ് വരികയാണെങ്കിൽ അവിടെ നമ്മുടെ ഈ ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് കോപ്പപ്പ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? അവര് രണ്ട് പ്രോബ്ലം കൂടി വരും. അത് തന്നെയാണ് എന്റെ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അത് തന്നെയാണ്. ഹസ്ബൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. 4 or 5 years ഉള്ള മൂത്ത കുട്ടിയുണ്ട്. വൈഫ് പിന്നെ പോസ്റ്റ് പാർട്ടം ആ ഒരു ഡിപ്രഷനിലോട്ട് പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും? എവിടെയെങ്കിലും അതിനൊക്കെ ഉള്ള ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് നമ്മളുടെ സൊസൈറ്റിയിലുണ്ടോ? എക്സ്റ്റേണൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെയുള്ള ആളുകളാവുമ്പോൾ നമ്മുടെ പാരൻസ് ഒപ്പം ഉണ്ടായിരിക്കും ഇവിടെ നമ്മുടെ നാട്ടില്. പക്ഷെ പുറത്താവുമ്പോൾ അവിടെയുള്ള ഇപ്പൊ ഒരു നെതർലാൻഡ്സിലൊക്കെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു ആളുകളാവുമ്പോൾ അവർക്ക് പാരൻസ് ഇല്ലാതെ ഹസ്ബൻഡും വൈഫും അത് ചെയ്തു പോവാണ്. പക്ഷെ പല ഹസ്ബൻഡുമാരും ആ സമയത്ത് എന്താണ് ഹസ്ബൻഡ് അത് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുന്നു. പക്ഷെ അതിനുവേണ്ടി വൈഫ് അവിടെ യാതൊന്നും എന്തായാലും എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും അത് ചെയ്യില്ല എന്നുണ്ടെങ്കിലും വൈഫ് മാക്സിമം അതിന് ട്രൈ ചെയ്ത് മാക്സിമം ആ ഒരു സ്കില്ല് ഈ ഒരു ഡിപ്രസീവ് സ്റ്റേജിലായിരിക്കുമ്പോൾ പിന്നെ ഹസ്ബൻഡിന്റെ ഒരു ഹെൽപ്പ് അവിടെ ഹസ്ബൻഡിന് നമ്മൾ അങ്ങനത്തെ ഒരു സെഷൻ വരുമ്പോഴാണ് ഹസ്ബൻഡിന് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവര് കൂടുതൽ അവർ കുട്ടികളെ എങ്ങനെ നോക്കണം, കുട്ടികൾ സ്വന്തമായിട്ട് ഉറക്കും, കുട്ടികളുടെ അവിടെ അതിനുള്ള ഹെൽപ്പുകളൊക്കെ പുറത്തുണ്ട്. ഇവിടെ ആവുമ്പോൾ അതില്ല. ഇവിടെ നമ്മുടെ പാരൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പലർക്കും പാരൻസ് സ്വന്തമായിട്ട് കൂടെ ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്ത് എങ്ങനെ പോകണം എന്നൊരു സ്കില്ല് ഇവർക്ക് ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യണം. ആ ഒരു ഡിപ്രസീവ് സ്റ്റേജിൽ അത് ചിന്തിച്ച് അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മൈൻഡിലേക്ക് ബോധ്യപ്പെടണം. അവർക്ക് തന്നെ ബോധ്യപ്പെട്ടാൽ അവര് ഹസ്ബൻഡ് അറിയാതെ തന്നെ ഹസ്ബൻഡിനെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കണം. നമ്മള് ഹസ്ബൻഡിനോട് അത് ഇതെടുക്ക് എന്ന് പറഞ്ഞാൽ ഞാനിത് എന്തായാലും ചെയ്യൂല. അതാണ് നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയില്ല. ഞാൻ പറയാം, ഒരു ഹസ്ബൻഡിനോട് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സംസാരിച്ച് പറഞ്ഞാൽ അവർ ദേഷ്യപ്പെടും. ഞാനിതൊന്നും ചെയ്യില്ല, ഇതിൻ്റെ പണിയല്ല, ഞാനിതൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം മടി കാണിക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ വൈഫ് ഒരു കാര്യം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വൈഫിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അത് നേരിട്ട് പറയല്ല ഈ കാര്യം, അത് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് അറിയാതെ അവരത് എടുത്തു വെക്കും. ഈ ഒരു ഡയപ്പർ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുക പറഞ്ഞാൽ എന്ത് വന്നാലും ഞാൻ അത് എടുത്തു വെക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ പോലും അത് മാറ്റി വെക്കാൻ അറിയാതെ നമ്മൾ ചെയ്തു പോകുമല്ലോ. പറയാതെ നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു രീതി അവിടെ കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായി മാം. അതായത് മനസ്സിലായില്ല, നമ്മളിപ്പോ കുട്ടികൾ അത് ചെയ്യില്ല പറഞ്ഞാൽ നീ എന്തായാലും ഞാൻ അത് എടുക്കില്ല എന്ന് പറഞ്ഞ ഒരു കുട്ടി ഒരു എക്സാമ്പിൾ പറയാണ്, ആ ബുക്ക് ഇങ്ങോട്ട് എടുത്തുകൊണ്ടൊരു അല്ലെങ്കിൽ ആ മേശപ്പുറത്തുനിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ കേസ് പറയാം. ആ കുട്ടി അത് എടുത്തുകൊണ്ടില്ല, എന്തായാലും ഇല്ല, ഞാൻ എന്തായാലും എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ വേറൊരു രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് എന്തായാലും അത് എടുത്തു കൊണ്ടുവന്നേ മതിയാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ദേഷ്യപ്പെടലായിരിക്കും. അല്ലാതെ ആ ഒരു ക്ലാസ് എങ്ങനെയെങ്കിലും അവിടുന്ന് എടുക്കാൻ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ സ്കില്ല് CBT മറ്റുമൊക്കെ വരുമ്പോഴും ഞാൻ മനസ്സിൽ നമ്മൾ ഹിപ്നോസിസ് ഒക്കെ വരുമ്പോഴും ഒക്കെ എന്താണ്
നമ്മൾ മനസ്സിനാണ് സജഷൻ, അല്ലാതെ ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഒരു മാന്ത്രികതയോ ഒന്നുമല്ല. മനസ്സിൽ നമ്മൾക്ക് അത് എടുക്കണമെന്ന ഒരു തോന്നൽ നമുക്ക് വരുത്തി തീർക്കാൻ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മളത് പോയി അറിയാതെ എടുക്കും. ഞാൻ ഒരിക്കലും ഒരു കുക്ക് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്ത് വന്നാലും കുക്ക് ചെയ്യില്ല, എൻ്റെ അമ്മ മാത്രം ചെയ്താൽ പറ്റി, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു കുക്കിംഗ് കിച്ചണിലേക്കേ പോവില്ല. പക്ഷെ അതിനുള്ള മനസ്സ് എനിക്ക് തോന്നി, അതിനോടുള്ള ഇൻട്രസ്റ്റിന്റെ മനസ്സിലുണ്ടാക്കിയാൽ ഞാൻ എന്തായാലും കുക്കിങ്ങിലേക്ക് പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. യെസ് മാം, താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിട്ട് സംശയ നിവാരണം നടത്തി. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ പെരിഫറൽ ഏരിയാസ് ആയിട്ട്, പെരമ്പറ ഏരിയാസ് ആയിട്ട് പോകുന്ന സംഭവങ്ങളാണ്. കാരണം എല്ലാ ആൾക്കാരും ഞാന് ഒരു റെമഡിയൽ കോച്ചും കൗൺസിലിംഗ് ആയിട്ട് കുറെ കാര്യങ്ങളും, ഞാൻ ആദ്യം ഒരു ടീച്ചറായിരുന്നു, ഇതെന്റെ പാഷനായിട്ട് ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് നന്നായി റിസർച്ച് ചെയ്ത് എങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ നമ്മൾ ലൈഫിൽ കണ്ട് എങ്ങനെ ഇതിൽ നിന്ന് മാറ്റം വരുത്താമെന്ന് ഞാൻ തന്നെ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന. നമ്മളൊരു തിയറി ബേസ്ഡ് നമ്മൾ കുറേ പഠിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് എത്രമാത്രം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് നമ്മൾ സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ അത് ചിന്തിച്ചിട്ട് നമ്മൾ അതിനുള്ള ടൈം, നമ്മൾ ഈ ഒരു മേഖലയിലുള്ള ആളാണെങ്കിൽ, മാം എന്താ ഈ മേഖലയിലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ആളുകൾ ഇതിലുണ്ടായിരിക്കാം ഈ ക്ലാസ് വെബിനാറിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൗൺസിലിംഗ് മേഖലയിലുള്ളവർക്കൊക്കെ എന്താണ് നമ്മൾ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിന് സോൾവ് ചെയ്യാൻ ജനറലായിട്ട് നമുക്കറിയാം, പിന്നെ ICD ഉണ്ടായിരിക്കാം, ഇതൊക്കെ വെച്ചാലും നമ്മൾ അതിൻ്റെ കൂടെ നമ്മളൊരു സ്കില്ല് നമ്മളും കൂടി ചിന്തിച്ചിട്ട് ആ ഒരു വ്യക്തിക്ക് അനുസരിച്ച് നമ്മൾ ആ ഒരു സ്കില്ല് അവർക്ക് കൊടുക്കണം. അപ്പോഴാണ് അവരതിൽ എഫക്റ്റീവായി വരിക. അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ആ മൈൻഡിലേക്ക്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കപ്പിളിന്റെ കേസാണെങ്കിൽ എങ്ങനെ ആയാലും ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ടാകുമ്പോൾ അവർ പല രീതിയിലും അവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ആ വിശ്വാസം ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് അവരുടെ മനസ്സിൽ നിന്ന്, ആ ആളുടെ മനസ്സിൽ നിന്ന് അതോട് ഒഴിവാക്കണം. ആ ഒഴിവാക്കുമ്പോൾ മാത്രമാണ്, അല്ലാതെ ഞാൻ ഫോൺ ഒഴിവാക്കി, ആ ബന്ധമില്ല, മെസ്സേജില്ല, ഇതൊക്കെ കാണിച്ചു തന്നത് കൊണ്ട് നമുക്ക് അതിലൊരു ട്രസ്റ്റ് അവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, അത് അവരുടെ മൈൻഡിലേക്ക് തന്നെ അവർ ചെയ്യുന്ന തെറ്റാണെന്ന് അവർക്ക് തന്നെ കൊടുത്ത് അവർ തന്നെ സ്വയം മാറും. അല്ലാതെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മൊബൈലിൽ മെസ്സേജ് ഒക്കെ ഒഴിവാക്കിയിട്ട് കാര്യമുണ്ടോ? മറ്റൊരു മൊബൈൽ യൂസ് ചെയ്യാം, എത്ര മൊബൈൽ വേണമെങ്കിലും വാങ്ങാം, നമുക്ക് വേണമെങ്കിൽ എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്രയും AI-ന്റെ കാലഘട്ടമാണ് നമുക്ക് പലതും. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് തെറ്റാണെന്ന ബോധം വന്നിട്ടാണ് നമ്മളൊരു തെറ്റ് തിരുത്തുന്നത് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും അതിൽ സക്സസ് ഉണ്ടായിരിക്കും. മറ്റേത് നമുക്ക് ഈ ഒരു കാര്യം എല്ലാ വിധത്തിലും നമുക്ക് ആളുകളെ പറ്റിക്കാൻ കഴിയും. അതാണല്ലോ ഇന്നത്തെ ലോകത്ത് അത്രയും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ മാം. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആരെങ്കിലും എന്താണ് ക്ലാസ്സിന്റെ അഭിപ്രായം, ഫീഡ്ബാക്ക് മനസ്സിലായോ? ഞാൻ പെട്ടെന്ന് എടുത്തൊരു സെഷനാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ മാം. ഇനി ആരൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു. ഗ്രൂപ്പിൽ എല്ലാവരും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, പാരൻസിന് ഉപകാരപ്രദമായിട്ടുള്ള, അതുപോലെ ഓരോ നമ്മൾ ഈ ഡൗട്ടുകൾ ചോദിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ചില ആളുകൾക്ക് കുറേ കണക്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് പാരൻസിലേക്ക് പരമാവധി എല്ലാവരും എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ എടുത്ത മാമിന് സ്പെഷ്യൽ താങ്ക്സ്. നല്ല സെഷൻ ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു.
അതുപോലെ തന്നെ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ